നമസ്കാരം. ലെബനനിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകവേ സർവ്വസന്നാഹങ്ങളുമായി മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള അന്തിമ ശ്രമത്തിലാണ് അമേരിക്ക ഇപ്പോഴുള്ളത്. ലെബനനിൽ അധിനിവേശം നടത്തുന്നതിന് സജ്ജരാകാൻ ഇസ്രായേലിന്റെ സൈനിക മേധാവി സൈനികർക്ക് നിർദ്ദേശം നൽകിയതോടെ പശ്ചിമേഷ്യയിലെ അശാന്തി ഇനിയും വർദ്ധിക്കുമെന്ന സൂചനയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ യുദ്ധത്തിലേക്ക് ഇത് വഴിമാറുമോ എന്ന ആശങ്കയാണ് ലോകത്തിനുള്ളത്. അമേരിക്കയുടെ നീക്കങ്ങളിൽ പോലും ഇക്കാര്യം വ്യക്തമാണ്. ഹിസ്ബുള്ളക്കെതിരായ വ്യോമാക്രമണം സമ്പൂർണ്ണ അധിനിവേശത്തിലെ പര്യവസാനിക്കൂ എന്ന കടുംപിടുത്തത്തിലാണ് ഇസ്രായേൽ ഉള്ളത്. ലെബനൻ തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കരയുദ്ധത്തിലേക്കുള്ള ഇസ്രായേലിന്റെ നീക്കം യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനായി ഡസൻ കണക്കിന് സൈനികരെയാണ് അമേരിക്ക സൈപ്രസിലേക്ക് വിന്യസിച്ചത്. പ്രദേശത്തെ അമേരിക്കൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പല രഹസ്യ പദ്ധതികളും സൈപ്രസിലെ അമേരിക്കൻ സൈനികർ നടത്തി വരികയാണ്. എന്നാൽ ലോകരാജ്യങ്ങളുടെ മുന്നിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തും ഇസ്രായേലിന് സമ്പൂർണ്ണ സഹായം വാഗ്ദാനം ചെയ്തുമുള്ള അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയം പ്രകടമായി കാണുന്നത് ആൾക്കാരെ, ലോകരാജ്യങ്ങളെ ആശങ്കയിലെത്തിക്കുന്നുണ്ട്. 40,000 അമേരിക്കൻ സൈനികരെയാണ് നിലവിൽ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ മിഡിൽ ഈസ്റ്റിലേക്ക് എത്ര അമേരിക്കൻ സൈനികരെ ഇനിയും അയക്കുമെന്നതിനെ കുറിച്ചുള്ള യാതൊരു വിവരവും ഇതുവരെ പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാട്രിക് റൈഡർ പങ്കുവച്ചിട്ടില്ല. അമേരിക്കൻ സൈനികർക്ക് മിഡിൽ ഈസ്റ്റിൽ എന്ത് ഉത്തരവാദിത്തമാണ് നൽകുകയെന്നതും കണ്ടു തന്നെ അറിയണം. അതേസമയം അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ USS ട്രൂമാനും 2 ഡിസ്ട്രോയറുകൾ, അതായത് 2 യുദ്ധക്കപ്പലുകളായ ഡിസ്ട്രോയറുകളും ഒരു ക്രൂയിസറും വിർജീനിയയിലെ നോർഫോക്ക് നേവൽ ബേസിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെട്ടതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അമേരിക്കയുടെ മറ്റൊരു വിമാനവാഹിനി കപ്പലായ USS ഇബ്രഹാം ലിങ്കൺ ഒമാൻ ഉൾക്കടലിൽ പട്രോളിംഗ് നടത്തി വരികയാണ്. ഏത് അടിയന്തര സാഹചര്യത്തിലും അമേരിക്കയ്ക്ക് ഒരേ സമയം 2 വിമാനവാഹിനി കപ്പലുകൾ വിന്യസിക്കാൻ സാധിക്കുമെന്ന നിലയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് അമേരിക്കയും കച്ചമുറുക്കി കഴിഞ്ഞു എന്ന് സാരം. അതേസമയം ഇസ്രായേലിനെ ലക്ഷ്യമിട്ട യമനും രംഗത്ത് വന്നു കഴിഞ്ഞു. എന്നാൽ തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം മിസൈൽ ആക്രമണത്തെ പ്രതിരോധിച്ചതായി ഇസ്രായേലിന്റെ പ്രതിരോധ സേന അവകാശപ്പെടുകയാണ്. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷം കണക്കിലെടുത്ത മേഖലയിൽ സൈനിക സേനയെ വർദ്ധിപ്പിക്കുകയാണ് എന്നാണ് മേജർ ജനറൽ പാട്രിക് റൈഡറുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. അതേസമയം ഏത് അടിയന്തര സാഹചര്യത്തിലും ഇസ്രായേലിനെ സഹായിക്കാൻ തയ്യാറാണെന്ന മുന്നറിയിപ്പും ഈ യുദ്ധസന്നാഹത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോഴും യുദ്ധം ഒഴിവാക്കുന്നതിന് തങ്ങളാൽ കഴിയുന്നത് എന്തും ചെയ്യുമെന്നാണ് അമേരിക്ക പറയുന്നത്. അതേസമയം സംഘർഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കാമെന്ന സാഹചര്യം നിലനിൽക്കെ തന്നെ ബെയ്റൂട്ടിലെ തങ്ങളുടെ പൗരന്മാരുടെ രാജ്യം വിടാനും അമേരിക്ക ആവശ്യപ്പെടുകയാണ്. താൽക്കാലിക വെടിനിർത്തലിന് അമേരിക്കയ്ക്ക് പുറമെ ഓസ്ട്രേലിയ, കാനഡ, യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് UAE, UK, ഖത്തർ എന്നീ രാജ്യങ്ങളാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. എന്നാൽ നയതന്ത്ര പരിഹാരം എന്ന അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും നിർദ്ദേശം തള്ളിയ ഇസ്രായേൽ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഉൾപ്പെടെ ആക്രമണം കടുപ്പിച്ച് നരനായാട്ട് തുടരുകയാണ്. ബെയ്റൂട്ടിലെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള ഡ്രോൺ കമാൻഡർ മുഹമ്മദ് ഹുസൈൻ സുറൂറിനെ വധിച്ചതായും ഇസ്രായേൽ തന്നെ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഹിസ്ബുള്ള ഇതിനോട് ഒന്നും പ്രതികരിച്ചിട്ടില്ല. തെക്കൻ ബെയ്റൂത്തിലെ ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള അൽ മനാർ PV സ്റ്റേഷന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. വ്യോമാക്രമണം തുടരുന്നതിനാൽ ലെബനനിലേക്ക് പോകരുതെന്ന് ചൈനയും ലെബനനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇറ്റലി, ബെൽജിയം, UK, റഷ്യ, ഇന്ത്യ, ഓസ്ട്രേലിയ, മലേഷ്യ എന്നീ രാജ്യങ്ങളും പൗരന്മാർക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നതാണ്. വെടിനിർത്തൽ വാർത്ത തെറ്റാണെന്ന് ആവർത്തിക്കുന്ന ഇസ്രായേൽ തങ്ങളുടെ സർവ്വസന്നാഹവും ഉപയോഗിച്ച പോരാടാനുള്ള നീക്കത്തിലാണ്. കരയുദ്ധത്തിന് ഒരുങ്ങുകയാണ് എന്ന് ഇസ്രായേൽ ആവർത്തിച്ചതിന് പിന്നാലെയാണ് വെടിനിർത്തണമെന്ന് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതിയ കടുംപിടുത്തത്തോടെ വെടിനിർത്തൽ പ്രതീക്ഷകൾ പാടെ അസ്തമിക്കുകയാണ്. 2 പതിറ്റാണ്ടിനിടെ ഇസ്രായേലും ലെബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റവും വലിയ സംഘർഷം ശമിപ്പിക്കാനുള്ള ശ്രമത്തിൽ സമ്പൂർണ്ണ പരാജയം നേരിട്ട അമേരിക്ക ഇനി എന്ത് മറിമായം കാണിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ഈ ഒരു നരവേട്ടക്കെതിരെ അറബ് രാജ്യങ്ങൾ ഒന്നിക്കുമെന്ന പ്രതീക്ഷയിലാണ് പലസ്തീൻ അനുകൂലികൾ. അങ്ങനെ വന്നാൽ ഇതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് ഇറാൻ തന്നെയായിരിക്കും. റഷ്യയുമായുള്ള അടുപ്പമെല്ലാം തന്നെ ഇറാനെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നുണ്ട്. റഷ്യയുടെ ആണവ ആയുധം ഇറക്കുമോ എന്ന ചർച്ചകൾ പോലും ഈ ഒരു രംഗത്ത് ഇപ്പോൾ സജീവമായി കേൾക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ഒരു പേടി കൊണ്ടായിരിക്കണം അമേരിക്ക ഇത്തരത്തിൽ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നത് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഹിസ്ബുള്ള പരസ്യമായി നടത്തുന്ന ഇസ്രായേലിനെതിരെയുള്ള ഒരു പോർവിളിയിൽ ഇറാൻ പിന്തുണയ്ക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ഇറാൻ ഇറങ്ങിയാൽ അവരുടെ സഹായത്തിനായി റഷ്യയും മറ്റ് ലോകശക്തികളും ഇറങ്ങുമെന്ന കാര്യവും നമുക്ക് തള്ളിക്കളയാനാകില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഏറ്റവും വലിയ ലോകം ഇതുവരെ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ യുദ്ധത്തിനായിരിക്കും
നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അത്തരത്തിൽ ലോകത്തെ ബാധിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കരുത്, ഇസ്രായേലിൽ നിന്ന് പിന്തിരിയണം എന്നൊക്കെയാണ് ലോകരാജ്യങ്ങളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.